ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനി ആൻമരിയെ വിളിക്കുകയാണ്. ആൻമരിയെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ആൻമരി എങ്ങനെയായി കാര്യങ്ങളൊക്കെ, ഫംഗ്ഷന്റെ കാര്യങ്ങളൊക്കെ റെഡിയായെന്ന് ചോദിക്കുക. എല്ലാം ഓക്കെ ആയൻറ്റി, ഇനിയിപ്പോൾ അവാർഡ് ദാന ചടങ്ങ് ഇങ്ങോട്ട് വന്നെത്തിയാൽ മാത്രം മതി എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേനിക്ക് സന്തോഷമായി. പിന്നീട് ആൻമരി ആ കാർഡിന്റെ അനുമോദന കാർഡിന്റെ ആ ഒരു ഡിസൈനിങ് ഒക്കെ ദേവേനിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ദേവേനി ഫോണിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ദേവേനിക്ക് സന്തോഷമായി, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് ദേവേനി പറഞ്ഞു, അതെ ചെറിയ ഫംഗ്ഷൻ ആണെങ്കിലും അതിഗംഭീരമായിരിക്കണം, ഒന്നിനും ഒരു കുറവും വരില്ല. സ്ത്രീകളും കുട്ടികളും മാത്രം പങ്കെടുക്കുന്ന ചടങ്ങല്ലേ, വുമൺസ് കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ഒരു അവാർഡ് ദാന ചടങ്ങാണല്ലോ, എങ്കിലും ഒരിടത്ത് ഒന്നിനും ഒരു കുറവൊന്നും വരില്ലെന്ന് പറയണം. അങ്ങനെ ദേവേനെ കോള് കട്ട് ചെയ്തു. പിന്നീട് അത് ആദർശന് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആദർശന് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ആദർശന് സന്തോഷമായി. ആദർശ് അതിങ്ങനെ കുറേ സമയം നോക്കുകയാണ്. നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നയന അങ്ങോട്ടേക്ക് കടന്നു വരുന്നേ. നയന വന്നതും ആദർശ് പറഞ്ഞു, ചായ കൊണ്ട് വന്നാണോ? എനിക്ക് ചായ ഒന്നും വേണ്ടെന്ന് പറയാം. അയ്യോ അതെന്താ ആദർശേട്ടാ ചായ വേണ്ടാത്തെ? അതിനേക്കാളും വലിയ സന്തോഷമല്ലേ ഇവിടെ നടന്നിരിക്കുന്നത് പറയണ. അതിനേക്കാളും വലിയ സന്തോഷം. അതെന്താ ആദർശേട്ടാ? ഇങ്ങോട്ട് നോക്കാനും പറഞ്ഞിട്ട് അതങ്ങോട്ട് കാണിക്കുകയാണ്. എന്താ ആദർശേട്ടാ ഇതൊക്കെ? എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പറയണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലേ? അല്ല ആദർശേട്ടാ, ശരിക്കും പറഞ്ഞ് ഞാൻ ഇതൊക്കെ അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഉണ്ടെന്ന് തോന്നില്ല. ഒരു മുറിയിൽ 3-4 പേര് ചേർന്നൊരു തീരുമാനം എടുക്കുന്നു, ഒരു അവാർഡ് കൊടുത്തേക്കാന്നൊക്കെ വിചാരിച്ചു. എന്തോ എനിക്ക് അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദർശ് പറഞ്ഞു, ഇതേ ഇങ്ങനൊന്നും പറയരുത് നീ എന്നൊക്കെ പറയാണ്. ഒന്നുമല്ലെങ്കിലും നിനക്ക് ഇത്രയും വലിയ അംഗീകാരം കിട്ടുന്ന ഈ കുടുംബത്തിന് അഭിമാനം തന്നെയല്ലേ. നിന്നെ ചവിട്ടി താത്തിക്കൊണ്ടിരിക്കുന്ന പലരും ഉണ്ടല്ലോ ഇവിടെ, അവരുടെ മുന്നിൽ നിനക്ക് തലയെഴുപ്പോടെ നിൽക്കാലോ. അതിനേക്കാൾ ഉപരി എൻ്റെ അമ്മയ്ക്ക് പോലും ഇഷ്ടമില്ല. പക്ഷെ അവസാനം അമ്മ തിരിച്ചറിയും, നിന്റെ പേരിലായിരിക്കും അമ്മ ഇനി അറിയപ്പെടാനൊക്കെ പോണേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, പിന്നെ അമ്മ എല്ലായിരിക്കണം എന്നൊക്കെ പറയാം. അല്ല ഞാനൊരു സംശയം ചോദിച്ചട്ടെ, ഇതിന്റെ പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട്, ആരോ കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. കൈക്കൂലി കൊടുക്കാനാ? ആരാ? എനിക്ക് തോന്നുന്ന ആദർശേട്ടനാന്ന് തോന്നുന്നു പറയണം. പിന്നെ ഞാൻ കൈക്കൂലി കൊടുത്ത് എന്തിനാ അവാർഡ് മേടിക്കണ്ടേ? അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയണം. നയനെ വെറുതെ ഒന്ന് തള്ളി മറിച്ചാണ്. കാരണം ദേവയാനി എന്നുള്ള കാര്യം അറിയാം, പക്ഷേ എങ്കിൽ വെറുതെ അപ്പോഴങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. ഈ സമയം ആദർശം പറഞ്ഞു, നീ അങ്ങനെ ചിന്തിക്കുകയോ പോലും വേണ്ടെന്നൊക്കെ നയനയോട് പറയണം. പിന്നീട് നയനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. നയന എന്ത് ചെയ്യുക, ഫോണിനകത്ത് ആ ഒരു കാർഡൊക്കെ കാണിക്കണം, തന്റെ അനുമോദനത്തിന്റെ കാർഡൊക്കെ തന്റെ ഫോട്ടോയൊക്കെ വെച്ച്. ഇത് കണ്ടപ്പോൾ നവ്യ പറഞ്ഞു, ആഹാ ഇതിന്റെ ഇടയ്ക്ക് അവാർഡും പോയി വാങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ ഞാനായിട്ട് ഇതൊന്നും ആഗ്രഹിച്ചല്ല നവ്യേച്ചി എന്ന് പറയാം. പിന്നെ നിനക്കല്ലേലും അതിനുള്ള അർഹതയൊക്കെ ഉണ്ട്, കാരണം നിനക്ക് ഇത് കിട്ടാൻ എന്തുകൊണ്ട് യോഗ്യതയൊക്കെ ഉണ്ടെന്ന് പറയാം. പിന്നെ അങ്ങനൊന്നും ഇല്ല ചേച്ചി എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, എൻ്റെ മോളെ ഇങ്ങനൊരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ചേച്ചിക്കറിയാലോ എനിക്കിങ്ങനെ ഇത്ര കാര്യങ്ങളോടൊന്നും വലിയ ഇതൊന്നും ഇല്ല. ഈ സ്വത്തിനോടോ പണത്തിനോടോ ഇങ്ങനെ വലിയ ഇതൊന്നും കിട്ടുന്നതിനോട് ഒരു താല്പര്യമില്ലെന്ന് പറയണം. എൻ്റെ ചേച്ചിക്ക് അറിയാലോ എന്ന് പറയണം. ഇത് കേട്ടെന്ന് നവ്യ പറഞ്ഞു, പിന്നെ നിന്റെ സ്ഥാനത്താണ് ഞാനിവിടെ കിടന്ന് തുള്ളിച്ചാടിയാനും ഇതൊരു 10 പേർക്ക് അയച്ചു കൊടുത്തിട്ട് എൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടാനെന്ന് പറയണം. ഇപ്പം എനിക്ക് അഭിമാനിക്കാം, എൻ്റെ അനിയത്തിക്ക് ഇത്ര നല്ല ഒരു അവാർഡ്, പോരാത്തിന് എൻ്റെ അനിയത്തി നല്ലൊരു ഡിസൈനറാണ്. അതിനേക്കാൾ ഉപരി മറ്റൊരു കാര്യം, എൻ്റെ വേറൊരു അനിയത്തി SI ആകാൻ പോകുന്നുള്ളേ. എനിക്ക് ഈ ഭാഗ്യമൊന്നും ഉണ്ടായില്ലെങ്കിലും പിന്നെ എൻ്റെ അനിയത്തിമാർക്ക് ഈ ഭാഗ്യമൊക്കെ ഉണ്ടായില്ലേ, അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും നയന പറഞ്ഞു, അതൊക്കെ ശരിയാച്ചി, എന്നാലും എനിക്കെന്തോ ഇത്ര സന്തോഷമായിട്ട് തോന്നുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നവി പറഞ്ഞു, എന്ത് സ്വഭാവമാ നയന നിന്റെ, നീ ഇങ്ങനെയൊന്നും വിചാരിക്കുക പോലും ചെയ്യരുത്. ദൈവമായിട്ട് കൊണ്ടെത്തുന്നൊരു അവസരമല്ലേ, നമ്മളായിട്ട് എന്തിനാ വെറുതെ അതിനെ ഇല്ലായ്മ ചെയ്യുന്നേ എന്നൊക്കെ പറയാണ്. പിന്നീട് നയന അങ്ങോട്ടേക്ക് പോവാ. നയനയുടെ മനസ്സ് നിറയെ വേറെ പല പല ചിന്തകളും വരുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ കരുതിയിട്ടാണ് നയന അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നീട് നയന എന്ത് ചെയ്യുവാണ്, നേരെ ആൻമരിയനെ വിളിക്കുവാണ്. ആൻമരിയനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആൻമരി ചോദിച്ചു, അല്ല എന്താ നയനേച്ചി കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് ഈ അവാർഡ് വേണ്ടെന്ന് പറയണേ. അവാർഡ് വേണ്ടേ? അതെന്താ അങ്ങനെ പറയണേ? മുമ്പ് ഞാൻ ചേച്ചിയോട് വിളിച്ചു പറഞ്ഞപ്പോൾ ചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴേ ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ഭാവിച്ചാ എനിക്ക് ഈ അവാർഡൊക്കെ തരുന്നതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ഈ അവാർഡ് സംഘടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. ഒരു വാക്കെങ്കിലും എന്നോട് പറയണ്ടായിരുന്നോ? ഇതിനു മുമ്പ് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു. എൻ്റെ പേരിൽ ചാനലിൽ ഒരു റിപ്പോർട്ട് തന്നെ തയ്യാറായി കൊടുത്തു, TV-ക്കകത്തൊക്കെ വന്നു. പക്ഷെ എങ്കിൽ അത് നിങ്ങളോട് പറഞ്ഞില്ല. ഇപ്പോഴാണ്ട് ഇങ്ങനെ. സത്യം പറ, ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല ചേച്ചി എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ അവാർഡ് വേണ്ടെന്ന് പറയാം, നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തു.
എനിക്ക് വേണ്ട, എനിക്ക് എന്നോടൊന്നും ഒട്ടും താല്പര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആൻമരിക്ക് ടെൻഷനായി. ദൈവമേ, ഇനിയിപ്പോൾ അമ്മായിമ്മയായിട്ട് വേറെ വല്ല വഴക്കം ഉണ്ടായോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പെട്ടെന്ന് തന്നെ ആൻമരി പറഞ്ഞു, അല്ല അത് പിന്നെ ചേച്ചി ഇങ്ങനെയൊന്നും പറയില്ല, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. എല്ലാം ചെയ്തതിന് ശേഷം ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആകെപ്പാടെ വിഷമമെന്ന് പറയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് വിഷമമായാലും കുഴപ്പമില്ല, ഞാനൊരു കാര്യം തീരുമാനിച്ചു, എന്നെ ഇതിനകത്ത് പങ്കെടുപ്പിക്കില്ല, ഞാൻ വരത്തുമില്ല. അതിനെക്കുറിച്ച് ഓർത്തിനി ടെൻഷൻ അടിക്കാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യണം. പെട്ടെന്ന് ആൻമരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആൻമരിയെ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി. പിന്നീട് ആൻമരിയെ നേരെ ദേവേനയെ വിളിക്കുകയാണ്. ദേവേനയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണ്. ഇങ്ങനൊരു കാര്യമുണ്ട് ആൻറ്റി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചേച്ചിക്ക് അവാർഡ് വേണ്ടെന്നൊക്കെയാ പറയണേന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേന പറഞ്ഞു, അത് വല്ലാത്ത പ്രശ്നത്തിലാണല്ലോ, ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ പിന്നെ ഞാനുണ്ടെന്ന് ആരും അറിയരുത്, ആദർശനെ വിളിച്ചൊന്ന് സംസാരിക്കാനൊക്കെ പറയണം. അതിനുശേഷം ആൻമരിയ രണ്ടും കൽപ്പിച്ച് ആദർശനെ വിളിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ആ സമയം ഭയങ്കര സന്തോഷത്തോട് വിട്ട് കനകയുടെയും ഗോവിന്ദന്റെ അടുത്തേക്ക് നന്ദു ഓടി വരുവാണ്. അല്ല എന്താ നന്ദൂട്ടാ, നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമുള്ളൂ എന്ന് പറയണം. എങ്ങനെ സന്തോഷിക്കായിരിക്കും എന്ന് പറ. അത്ര സന്തോഷ വാർത്തയല്ലേ വന്നിരിക്കുന്നേ, നമ്മുടെ നയനേച്ചിയെ തേടി ഒരു അവാർഡ് വന്നിരിക്കുന്നു, നോക്കാനും പറഞ്ഞുകൊണ്ട് ഫോണിനകത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ആഹാ, ഇത് കൊള്ളാലോ. ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു, അല്ലെങ്കിലും എനിക്കറിയാം എൻ്റെ മോൾക്ക് നല്ല ഭാഗ്യമുണ്ടെന്ന്. കുറേ കാലം അവൾക്ക് കഷ്ടകാലമായിരുന്നു, ഇപ്പം അവളുടെ കഷ്ടകാലം എല്ലാം മാറി, ഇപ്പം അവൾക്ക് ശുക്രൻ ദശ ഉദിച്ചിരിക്കുകയെന്ന് പറയണം. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. ഇത് കേട്ടപ്പം കനക പറഞ്ഞു, എത്രമാത്രം എൻ്റെ മോള് കിടന്ന് കഷ്ടപ്പെട്ട ആ വീട്ടിൽ അവസാനം ദൈവങ്ങളോട് എത്രമാത്രം പ്രാർത്ഥിച്ചെന്നറിയോ. അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു, അവൾക്കൊരു നല്ല കാലം കൊണ്ട് കൊടുത്തെന്ന് പറയണം. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ, എന്നോടൊപ്പം ആട്ടുകാലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അന്നേ ഞാൻ അവളുടെ കഴിവൊക്കെ മനസ്സിലാക്കിയതാ. അവളുടെ കഴിവ് തിരിച്ചറിഞ്ഞ എനിക്കറിയായിരുന്നു അവൾ എന്തെങ്കിലും കാലത്ത് ഏതെങ്കിലും നല്ലൊരു ഉയരത്തിൽ എത്തുമെന്നൊക്കെയുള്ള കാര്യം. അങ്ങനെ അവസാനം അത് സംഭവിച്ചെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, ഇനിയിപ്പം മൂർത്തി ജ്വല്ലറിക്കും വെച്ചടി കയറ്റുമായിരിക്കും, നയന കളക്ഷനല്ലേ വരാൻ പോണേ, നയനേച്ചിയുടെ പേരിൽ തന്നെ ഒരു കളക്ഷൻ ഉണ്ടാകുക, ഇതിൽ പരം ഒരു സന്തോഷം വേറെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്ന നയനേച്ചിയുടെ അനിയത്തിയാവാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നാ ഞാൻ ചിന്തിക്കണമെന്നൊക്കെ നന്ദു പറയണം. ഇത് കേട്ടപ്പോൾ കനയ്ക്കും ഗോവിന്ദനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നീട് ആദർശനെ വിളിക്കുവാണ് ആൻമരിയ ആദർശനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. നയനേച്ചിക്ക് ഈ ഫംഗ്ഷനോട് താല്പര്യമില്ല, അവാർഡൊന്നും വേണ്ടെന്നാ പറയണേ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് പറയണം. കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അല്ല അതിനവള് വേറെ എന്തെങ്കിലും കാരണങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുക. കാരണങ്ങളൊന്നും പറഞ്ഞില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എല്ലാം ഒരുക്കിയിട്ട് അവസാനം ഇങ്ങനെ വേണ്ടാന്ന് പറയുമ്പോൾ സാറേ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, സാറൊരു കാര്യം ചെയ്യാവോ, സാറിൻ്റെ ഭാര്യയോടൊന്ന് സംസാരിക്കുമോ, ഭാര്യയോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനം ആക്കുമോ, എങ്ങനെയെങ്കിലും അവരെ കൂട്ടിക്കൊണ്ട് വരാനിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, കാർഡ് വരെ അടിച്ചിറക്കി, അതിനുശേഷം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരൊരു നാണക്കേട് ഞങ്ങൾക്കില്ല. കാരണം അവാർഡ് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവരെ നിരസിക്കാന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുന്ന ആളുകൾ വിചാരിക്കും, അതുകൊണ്ടാണ് ഞങ്ങളുടെ മാനം കളയില്ലെന്ന് പറയണം. അത് ഞാൻ ഏറ്റു, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറയണം. പിന്നീട് ആദർശ് നയനയുടെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് നയനയോട് തന്നെ അടുത്തേക്ക് വരാൻ ആവശ്യപ്പെടുക. അങ്ങനെ നയന അങ്ങോട്ടേക്ക് വന്നു. നയന വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ചോദിച്ചു, അല്ല നീ ഇതെന്തു ഭാവിച്ചെന്ന് ചോദിക്കും. എന്താ ആദർശിട്ടാ കാര്യം എന്താ, നീ അവാർഡ് വേണ്ടെന്ന് പറഞ്ഞോ? അവാർഡ് വേണ്ടെന്നോ? അവാർഡ് വേണ്ടെന്ന് പറഞ്ഞു എന്ന് ചോദിക്കും. അത് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു. അല്ല നീ ഇത് ആരോട് ചോദിച്ചിട്ട് എങ്ങനെ സ്വയം തീരുമാനം എടുക്കുന്നേ, നിന്നോട് അവർ വിളിച്ചു ചോദിച്ചല്ലേ, അവാർഡിന്റെ കാര്യം വിളിച്ചു പറഞ്ഞല്ലേ, അന്ന് നീ എതിർക്കാഞ്ഞിട്ട് പിന്നെന്താ ഇപ്പോൾ എതിർക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് പറയാൻ പറ്റുമല്ലോ, തൻ്റെ അമ്മേനെ താനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, തൻ്റെ അമ്മയാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ ഉറപ്പായിട്ടും താൻ തിരിച്ചറിയും, അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യമൊക്കെ. പെട്ടെന്ന് തന്നെ നയന പറഞ്ഞു, അതൊന്നുമില്ല ആദർശേട്ടെന്ന് പറയാം. നയനെ ഈ ചെയ്യുന്നത് നമ്മൾ ചീറ്റിംഗ് അല്ലേ, കാരണം ഇത്രയൊക്കെ ഒരുക്കങ്ങൾ അവർ നടത്തിയിട്ട് അവസാനം അവരെ നമ്മൾ നാണം കെടുത്തുന്ന രീതിയായി പോയില്ലെന്ന് ചോദിക്കാം. ആദർശേട്ടാ ഇനിയിപ്പോൾ ആദർശേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ അവാർഡ് സ്വീകരിക്കാനായിട്ട് പോകത്തില്ല, എനിക്കിനി സമ്മതമല്ല, അവർ വേറെ ആർക്കെങ്കിലും കൊടുത്തോട്ടെ, അല്ലെങ്കിൽ തന്നെ ഇതിനൊന്നും എനിക്കൊരു താല്പര്യമില്ല. 2-3 പേര് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന ഒരു അവാർഡ് തീരുമാനിക്കുന്നു, അവരുടെ കഴിവ് അംഗീകരിക്കുന്നു, എന്ത് പരിപാടി എന്ന് ചോദിക്കണം. ആദർശോട് നയനെ നീ ഇങ്ങനൊന്നും പറയരുത്, നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പറയണം. അതെ ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇതിന്റെ പിന്നിൽ എന്തൊരു ലക്ഷ്യമുണ്ടോയെന്ന് ചോദിക്കാം. അത് പിന്നെ അങ്ങനെ ഉണ്ടെന്ന് ആദർശേട്ടൻ കൂട്ടിക്കോളാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരവസ്ഥയായിപ്പോയി ആദർശിന്. ആദർശ് പറഞ്ഞു, അല്ല നയനെ ഞാൻ വേണ്ട ആദർശേട്ടാ, എനിക്കിനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്നോട് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ടേക്ക് പോവാണ്.
ഏയ് ഇവളിങ്ങനെ ആവാൻ വഴിയില്ലല്ലോ, ഇവളൊരിക്കലും നിരസിക്കേണ്ടതല്ല. ഇതിന് പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കാണുമോ? ഒരു കാരണമില്ലാതെ ഇവളിങ്ങനെയൊന്നും പറയാനും വഴിയില്ല. അപ്പൊ എന്തോ ഒരു കാര്യമുണ്ട്, അതെന്താണെങ്കിലും കണ്ടെത്താൻ തന്നെ ആദർശ് തീരുമാനിച്ചു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.